ഹായ്, അതുണ്ടല്ലോ, ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നേ. ഞാനപ്പോൾ ഇങ്ങനെ ചെടിയൊക്കെ നോക്കി മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മോളമ്മേനെ ഓർമ്മ വന്നത്. പണ്ട് മഴയൊക്കെ ഉണ്ടാകുമ്പം അമ്മ നല്ല ചക്ക വരട്ടി തരുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പൊന്നും വില കൊടുത്ത് ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എടുത്ത് വരട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഭയങ്കര പാടുള്ള സാധനമാണ്, പക്ഷെ എളുപ്പമാണ്. ആദ്യം ശർക്കര പാനിയാക്കുക, അതുപോലെ നെയ്യിട്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നന്നായിട്ട് വരട്ടിയെടുക്കുക. പാനി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ വരട്ടി വെച്ചിരിക്കുന്ന ചക്കയിലേക്ക്, മീൻസ് വരട്ടി എന്ന് വെച്ചാൽ സോട്ട് ചെയ്തെടുക്കുന്ന ആ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. കുറേ നേരം അമ്മ പണ്ട് കുറേ വലിയ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ എടുക്കാതെ ഇളക്കണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കുറച്ച് ചക്ക ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് തന്നെ നല്ല വിലയായി. അപ്പോൾ കുറച്ച് ചക്ക എടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ പാനിലാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള കോക്കനട്ടല്ലേ അവൈലബിൾ ആയിട്ടുള്ള, അപ്പോൾ അത് തന്നെ ഇട്ടത്. പിന്നെ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും അതുപോലെ തന്നെ ഏലക്കയും എല്ലാം കൂടി ഇട്ട് ഇത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇതിനി നന്നായിട്ട് വരട്ടിയെടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം റെഡിയായി കിട്ടും. എനിക്ക് ആദ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ നൊസ്റ്റാൾജി അടിച്ചിട്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒന്നാമതേ നല്ല ക്ലൈമറ്റും. പക്ഷേ കുറച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മണവും എല്ലാം കിട്ടി തുടങ്ങിയപ്പോൾ മനസ്സിലായി സാധനം സെറ്റായിരുന്നു. അപ്പോൾ ചക്ക വരട്ടി എടുത്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ ശരി, ബൈ.